ഫിറോസ് ഖാൻ എല്ലാവർക്കും അറിയില്ലേ? ഫിറോസ് KHDEC എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. നമ്മുടെ കൊല്ലം സുധിക്ക് വീട് വെച്ച് കൊടുത്തിട്ട് അവസാനം 8ന്റെ പണി കിട്ടിയ ഒരു മനുഷ്യൻ, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയ ഒരു അവസ്ഥയിൽ നിന്നൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. രേണു സുധിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യമാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം രേണുസുധി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: പാവം ചേച്ചി, ചേട്ടപ്പി, ഹോസ്പിറ്റൽ എനിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു ഡോക്ടറെ കാണാൻ എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൽ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. ഈ ഒരു സംഭവം രേണുസുധിക്ക് വേണ്ടിയിട്ട് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലോ അങ്ങനെ എവിടെയോ ഈ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ക്യൂ നിന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു പോസ്റ്റ് വായിക്കാനുണ്ട്. ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഇനി തെറി വിളിക്കാൻ വരും കേട്ടോ. ഇത്രയും നാള് രേണുസുധിയെ ഇഷ്ടമല്ലാതിരുന്ന ആളുകളൊക്കെ വീണ്ടും ഇഷ്ടമാണെന്ന രീതിയിലേക്ക് മാറും. അത് കാലം അങ്ങനെയാണ്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ അഹങ്കാരത്തിന് കിട്ടിയ പണിയാണ് ഇതെന്നും, ഈ അപഹാസങ്ങൾ അപരാധങ്ങൾ കാട്ടുന്നത് കിട്ടിയ പണിയാണെന്നും, ഈ സബ്സ്ക്രിപ്ഷനും തേങ്ങയും മാങ്ങൊക്കെ കാണിക്കുന്നതുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട്. എന്നാൽ പോലും അതും അറിയും. ഇപ്പൊ ആളുകളൊന്നും വീഡിയോ ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവം. നമുക്ക് എന്തായാലും ഫിറോസ്ക പറഞ്ഞ വാക്കുകളൊന്ന് വായിക്കാം. സുഹൃത്തുക്കളെ, രേണു ഇന്ന് ഒരു വലിയ പോരാട്ടത്തിന്റെ നടുവിലാണ്. അത്ര ചെറുതല്ലാത്ത രോഗത്തോട് അവർ ധൈര്യത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിന്റെ വേദനയും ഭയവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മനസ്സിൽ ഒതുക്കി ചികിത്സയുമായി മുന്നോട്ട് പോയ ഒരാളാണവർ. ഇന്ന് ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് എല്ലാവരോടും ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ദയവായി നെഗറ്റീവ് കമന്റുകളും പരിഹാസങ്ങളും ഒഴിവാക്കുക. ജീവിതം നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് ആരും അറിയില്ല. അതുകൊണ്ട് അവർക്ക് സന്തോഷം നൽകുന്ന റീലുകളും വീഡിയോകളും അവർ ചെയ്യട്ടെ. അവരുടെ ആ കുഞ്ഞു സന്തോഷങ്ങൾ അവർ ആഘോഷിക്കട്ടെ. അവരുടെ ചില പ്രതികരണങ്ങൾ മൂലം ജീവിതത്തിൽ ഞാനടക്കം പലരും ഇതിനോടകം തന്നെ ഒരുപാട് വേദനകളും നഷ്ടങ്ങളും നേരിട്ടിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യാനോ അവരുടെ അസുഖ വിവരം അറിഞ്ഞ് സന്തോഷിക്കാനോ എന്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെയും ഈ ഭൂമിയോട് വിട പറയേണ്ടവരാണ്. അവർക്ക് സഹതാപം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ്. ഇഷ്ടമില്ലെങ്കിൽ അവരുടെ വീഡിയോകൾ അവഗണിക്കാം. പക്ഷെ ദയവായി വേദനിപ്പിക്കരുത്. കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തൂ. ചിലപ്പോൾ ഒരു നല്ല വാക്കും ഒരു പ്രാർത്ഥനയും മരുന്നുകളേക്കാൾ വലിയ ആശ്വാസമാകാറുണ്ട്. രേണുവിന് ശക്തിയും ധൈര്യവും ലഭിക്കട്ടെ. ഈ പോരാട്ടത്തിൽ അവർ വിജയിക്കട്ടെ. ഇതാണ് അദ്ദേഹം ഇട്ട പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ വെച്ച ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ പള്ളിയിൽ അച്ഛൻ, അതേപോലെ ഋതപ്പനുണ്ട്, രേണു സുധിയുണ്ട്, ബാക്കിൽ സുധിയുടെ ആ ഒരു ഫോട്ടോയുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷപ്പാമ്പെന്ന് വിളിച്ചും പലതും വിളിച്ചിട്ട് കളിയാക്കിയിട്ടും അദ്ദേഹം നിങ്ങളുടെ അടുത്ത് തന്നെ അവസാനം വന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം നിങ്ങളുടെ അടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകൾ അതിലിട്ട കമന്റ് ഇതാണ്: അച്ചോ, നാണമില്ലേ നിങ്ങൾക്ക്, ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾ അവിടെ ചെല്ലാം. പക്ഷെ അതിന് കൃത്യമായിട്ടൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. തങ്കച്ചൻ ചേട്ടൻ ബിഷപ്പിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ ക്ഷണിച്ചതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു മരണവാർഷികത്തിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതാണ്. അദ്ദേഹത്തിനും കൂടി കാര്യങ്ങൾ അറിയുമായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് ഒരുപാട് യൂട്യൂബർമാര് പിൻവലിഞ്ഞത് എന്നുള്ളത് അറിയാം. ഇനിയും അവരുടെ കോപ്രായത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പൊ അവരെ എതിർക്കുന്ന ആളുകൾ പോലും തിരിഞ്ഞു കൊത്തുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെ പ്രഹസനങ്ങള്, അവരുടെ അഹങ്കാരം, അതൊക്കെ അവർക്ക് തിരിച്ച് പണി കിട്ടിയതാണ് എന്നുള്ള ഒരു വാദമുണ്ടല്ലോ, അതിപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോവാറുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇവർ പെരുമാറുന്നു എന്നുള്ളത്. അതിനുള്ള പണി ദൈവം കൊടുക്കില്ലേ എന്നുള്ളത്. അത് കിട്ടി. പക്ഷെ ഒന്നും പറയാൻ കഴിയില്ല. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കും പണികൾ കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പൊ നമ്മളും ഒരു കരുതലോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോഴും ഗൾഫിൽ പോയിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിന്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഭാവിയിൽ നിങ്ങളുടെ മക്കൾ തന്നെ ഇതിനെ കുറ്റം പറയുന്ന നമ്മളെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഊന്നി ഉറക്കെ തന്നെ പൊളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരിത് മനസ്സിലാക്കാതെ പോകുന്നതാണ്. ചിലപ്പോൾ ചില ആളുകളുടെ ബുദ്ധി അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ, അതിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഫിറോസ്ക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്ന കമന്റ് ആണ്: ഏത് അസുഖമാണ് ഡോക്ടർ പറഞ്ഞില്ല. അതിന് ഫിറോസ്ക പറയുന്നുണ്ട് ക്യാൻസർ ആണ് എന്നുള്ളത്. അതിന് ഇവൾ സമ്മതിച്ചിട്ടില്ലല്ലോ. ക്യാൻസർ ആണെങ്കിൽ അവൾ ഇങ്ങനെ പ്രോഗ്രാമിന് നടക്കുമോ? എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യില്ലേ? അതൊരു തട്ടിപ്പാണ് ബ്രോ എന്ന രീതിയിലാണ് ക്യാൻസർ ആണെന്ന് കേട്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് മുന്നേ ഇപ്പൊ അതിലൊക്കെ പറയുന്നുണ്ടല്ലോ, മുൻകൂട്ടി അറിഞ്ഞ കേസാണെന്നുള്ളത്. അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ രേണു പരമാവധി അതിനുശേഷം കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ അറിയില്ല. പരമാവധി ഫണ്ട് സ്വരൂപിച്ചിട്ട് അത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതാണോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് അവർ ഇത്തരം കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നതും ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നതും വൾഗറായ രീതിയിൽ സംഭവങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്.
മിക്കവാറും പരമാവധി സമ്പാദിക്കുക, ചികിത്സ നടത്തുക, ഇതായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷെ അത് കുറച്ച് ഓവറായി പോയോ എന്നൊരു സംശയമുണ്ട്. അന്ന് തന്നെ അസുഖ വിവരം പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അതും വിത്ത് എവിഡൻസ് പറയുമ്പോൾ ആരെങ്കിലും കുറ്റം പറയില്ല. പക്ഷെ അതിനുശേഷം അതിനൊക്കെ നിരാകരിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങളാണ് പണി കിട്ടിയത്. മറ്റൊരു കമന്റ് ആണ്, ഫിറോസ് എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ നിമിഷം വരെ ബഹുമാനമായിരുന്നു, ഇതോടെ അത് പോയി കിട്ടി. എന്തുവാടേ ഇത് ബ്രോ? ഒരു വ്യക്തിക്ക് ഒരു ആപത്ത് വരുമ്പോൾ ആണ് കഴിഞ്ഞതെല്ലാം നമ്മൾ മറക്കേണ്ടത്. ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരുപാട് വർക്കുകൾ അന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ രേണുസുതിയുടെ ഈ കാട്ടിക്കൂട്ടലുകൾ കാരണമാണെന്നുള്ളതാണ്, രേണുസുതിയുടെ ഡയലോഗുകൾ കാരണമാണെന്നുള്ളതാണ് അല്ലെ. എന്തായാലും ചേച്ചി ആ ഒരു ക്യൂ നിന്ന സമയത്ത് അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ഇതാണ്: ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ഓർക്കണം, ഒരു ശിക്ഷയെങ്കിലും കിട്ടുമെന്ന്. ഇനിയെങ്കിലും സബ്സ്ക്രിപ്ഷൻ വഴിയുള്ള പരിപാടി നിർത്തി മാന്യമായി ജീവിക്കൂ, നല്ലത് വരട്ടെ. അങ്ങനെ കുറെ കമന്റുകൾ അതിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിഷപ്പിന്റെ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ട് രേണുസുതി എന്തൊക്കെയോ പറയുന്നത് കണ്ടു. അതുപോലെ സജീന വ്ളോഗിന് എന്തിന്റെ കേടാന്ന് അറിയില്ല. ഇവിടെ ഈ സ്ത്രീക്ക് ഈ അസുഖമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യൂട്യൂബർമാർക്ക് അവർ ബുദ്ധിപരമായിട്ട് പിൻവലിഞ്ഞതാണ്. നാളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ വ്ളോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തിരിഞ്ഞു കൊത്തും. അതുകൊണ്ട് അവർ ബുദ്ധിപരമായിട്ട് തന്നെ അതൊക്കെ ഒഴിവാക്കി പതുക്കെ അവസാനിപ്പിച്ചു. പക്ഷെ സജീന വ്ളോഗിന് അങ്ങോട്ട് ചൊറിച്ചിൽ തീരെ സഹിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ അച്ഛവന്റെ സ്നേഹം, എവിടെയാണ് കുരുപൊട്ടിയ ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. സജീന വ്ളോഗിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് രേണുസുതിയുടെ കൂടെ നിന്നുകൊണ്ട് നടന്ന് അവർക്കിട്ട് പണിയാന്നുള്ളത്, അത് വെച്ച് കാശുണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെയുള്ള ഒരുപാട് യൂട്യൂബർമാര് കൃത്യമായി ഇത് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് അവരെല്ലാരും അതിൽ നിന്നും ഒഴിവായി. പിന്നെ ആ വീഡിയോ ചെയ്തിട്ടില്ല. അവര് പരമാവധി പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുകയാണെന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ നിർത്തിയപ്പോ അവരുടെ ഇത് കുറഞ്ഞു പോയി, ഡൗൺ ആയി പോയി. അവർക്ക് പഴയ പോലെ വ്യൂ കിട്ടാതെയായി. അവർക്ക് സത്യം പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാക്കുന്ന സമ്പത്തിന്റെ അളവ് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. നേരെ തിരിച്ച് സത്യസന്ധമായി ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ, പണ്ടേ നുണകൾ ഒരുപാട് പറയുന്നത് കൊണ്ടാണ് ആളുകൾക്ക് രേണുസുതി ഇഷ്ടമല്ലാതിരുന്നത്. അവർ കൃത്യമായി നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ സപ്പോർട്ട് ഒരുപാട് കിട്ടുമായിരുന്നു. ഇനി സപ്പോർട്ട് കിട്ടാതിരിക്കുന്നില്ല. കാരണം ബിഗ് ബോസിൽ കയറുന്നത് വരെ അവർക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ബിഗ് ബോസിനെ അകത്ത് വെച്ചിട്ട് അവരെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഇഷ്ടപ്പെടാതെ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അല്ലെ. പിന്നെ അവർ പുറത്ത് വന്നപ്പോഴാണ് വീട് വെറുക്കൽ തുടങ്ങി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ജനങ്ങൾ അത്രക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന മനുഷ്യന്മാരാണ്. ഒരുപാട് നാൾ നിങ്ങളെ തെറി വിളിച്ച ആളുകൾ പിന്നെ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്നുള്ളതാണ്. എന്തായാലും സുഖം പ്രാപിക്കട്ടെ എന്നൊക്കെ പറയാനുള്ളൂ. പക്ഷെ ഈ പ്രഹസനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുക. കാരണം ഇപ്പോഴും പ്രാക്ക് എന്നൊരു സാധനം അവിടെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ അതിനൊക്കെ പണി കിട്ടുന്ന ഉറപ്പല്ലേ. അപ്പൊ എന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ആരൊക്കെ നമ്മൾ പണി കൊടുത്തിട്ടുണ്ടോ, ആരൊക്കെ നമ്മൾ വിഷമിച്ചിട്ടുണ്ടോ, തിരിച്ച് പണി കിട്ടും. കർമ്മ എന്നൊരു സാധനം എനിക്ക് വിശ്വാസമുണ്ട്. താൻ ചെയ്തിടും പാപത്തിൻ കർമ്മം താൻ തന്നെ അനുഭവിച്ച് തീർക്കണം എന്നുള്ളതാണ്. അത് അത്രേ ഉള്ളൂ. ഇവിടെ രേണുസുതിയുടെ ഭാഗത്ത് ഒരു 99% തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ കഴിയില്ല. 1% നന്മയുള്ളത്. ആ 1% തിരിഞ്ഞ് 99% നന്മയായിട്ട് മാറട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ റിയാക്ഷൻ ചെയ്യുന്നത്? എടാ ഈ കുട്ടികൾ കാണുന്ന പരിപാടിയാണ്, നിങ്ങൾ ഈ ശരീര പ്രദർശനം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അല്ലെ. കോപ്രായത്തരങ്ങൾ. പിന്നെ കഴിവുണ്ടെങ്കിലൊക്കെ, കഴിവില്ലാതെയും നിങ്ങളെ കഴിവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ പിരികേറ്റുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകുന്നത് കൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ മക്കൾ തന്നെ നാളെ ഈ ഒരു വീഡിയോസ് ഒക്കെ ഇവിടെ കിടന്ന് കളിക്കില്ല, അവരെന്നത് കാണൂലേ. അതുകൊണ്ടാണ് ആളുകളൊക്കെ ഇതിനെ കുറ്റം പറയുന്നത്. അതുപോലെ തന്നെ വിധവകൾ, കേരളത്തിലെ ആദ്യത്തെ വിധവയൊന്നുമല്ല താങ്കൾ. ഒരുപാട് വിധവകൾ മാന്യം മര്യാദക്ക് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നന്മയാണെന്ന രീതിയിൽ ഇവിടെ ആളുകൾ പറയുന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറയാണ്. എന്തായാലും എല്ലാവരും രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഒരുപാട് ആളുകൾ ഇതിനൊന്ന് തെറി വിളിക്കും, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ വേണം. രേണുസുതിയെ കുറിച്ചുള്ള യൂട്യൂബർമാരുടെ വീഡിയോസ് നിൽക്കാനുള്ള കാരണം ഇതാണ്. ഇപ്പൊ ഫിറോസ് കെ അത് കൃത്യമായി പറയുന്നു. നല്ലത് വരുത്തട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.